പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്ക് തന്നെ ആമേൻ. ഇന്ന് ഫെബ്രുവരി 20 വെള്ളി. റോമാലേഖനം 3-ാം അധ്യായം 23-24 വാക്യങ്ങൾ. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ ക്രിസ്തു യേശുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. നോമ്പിൻ്റെതായ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ നാം കൂടുതൽ അടുക്കുവാൻ ശ്രമിക്കുമ്പോൾ ഈ വചനം 2 സത്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഒന്ന്, മനുഷ്യൻ്റെ പാപസ്ഥിതിയെക്കുറിച്ച്. 2, ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച്. ആദ്യമായി വചനം എല്ലാവരും പാപം ചെയ്തു എന്ന് വ്യക്തമാക്കുമ്പോൾ ആരും ഒഴിവാക്കപ്പെട്ടിട്ടില്ലെന്നും നല്ലവനോ ധാർമ്മികനോ സഭയിൽ സ്ഥിരമായി പോകുന്നവനോ ആയാലും എല്ലാവരും പാപികളാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. കാരണം ചിലപ്പോൾ നാം നമ്മെ തന്നെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് ഞാൻ മോശമല്ല എന്ന് ചിന്തിച്ചാലും ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കുറവുകൾ കാണാമെന്ന സത്യം നാം തിരിച്ചറിയുന്നു. അതുകൊണ്ട് നോമ്പ് നമ്മെ ഈ സത്യം അംഗീകരിക്കാൻ പഠിപ്പിക്കുകയും നമ്മുടെ അഹങ്കാരം തകർക്കുകയും നമ്മുടെ ഹൃദയം വിനയത്തിലാക്കുകയും കർത്താവേ ഞാൻ പാപിയാണെന്ന് തുറന്നു പറയാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു. എന്നാൽ വചനം അവിടെ നിർത്താതെ അവൻ്റെ കൃപ കൊണ്ട് സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു എന്ന് തുടർന്ന് പറയുന്നു. ഇത് എത്ര മനോഹരമായ വാർത്തയാണ് നമുക്ക് നൽകുന്നത്. കാരണം നാം രക്ഷ നേടുന്നത് നമ്മുടെ പ്രവൃത്തികളാലല്ല, നമ്മുടെ ഉപവാസം കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. ക്രൂശിൽ യേശു നമ്മുടെ പാപങ്ങൾക്ക് വില കൊടുത്തു. നമുക്കടയ്ക്കാൻ കഴിയാത്തതായ കടം അവൻ നമുക്ക് വേണ്ടി അടച്ചു. നമ്മൾ അർഹിക്കാത്ത നീതി അവൻ നമുക്ക് സമ്മാനമായി നൽകിയെന്ന സത്യം നമ്മെ പ്രത്യാശയിലേക്ക് നയിക്കണം. അതുകൊണ്ട് നോമ്പ് ഒരു ഭാരമല്ല, ഒരു അവസരമാണ്. പാപത്തിൽ നിന്ന് തിരിഞ്ഞ് കൃപയിലേക്ക് എത്തിച്ചേരാനുള്ള അവസരവും സ്വയം വിശ്വസിക്കുന്നത് നിർത്തി ക്രിസ്തുവിൽ ആശ്രയിക്കുവാനുള്ള സമയവുമാണ്. ഇന്നത്തെ ദിവസം നാം നമ്മെ തന്നെ പരിശോധിച്ച് എൻ്റെ പാപങ്ങളെ ഞാൻ തിരിച്ചറിഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ടാണോ ജീവിക്കുന്നത്, യേശുവിൻ്റെ വീണ്ടെടുപ്പിനായി നന്ദിയോടെ ജീവിക്കുന്നുണ്ടോ എന്നിങ്ങനെ നാം ചോദിക്കേണ്ടതുണ്ട്. പ്രിയരെ, നാം പാപികളാണ് എന്നത് സത്യമാണ്. എന്നാൽ നാം കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാണ് എന്നത് അതിലും വലിയ സത്യമാണ്. അതുകൊണ്ട് ഈ വലിയ നോമ്പ് കാലം പാപബോധത്തിൽ നിന്നും കൃപയുടെ സന്തോഷത്തിലേക്കുള്ള ആത്മീയ യാത്ര നയിക്കുവാൻ നമുക്കിടയായി തീരണം. നാം വായിച്ചതായ റോമാലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൽ നിന്ന് നമ്മെ പഠിപ്പിക്കുന്നത് നാം എല്ലാവരും പാപികളാണ്. സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് രക്ഷ നേടാൻ കഴിയുകയില്ല. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ കൃപയും വീണ്ടെടുപ്പുമാണ് നമ്മുടെ നീതി. നോമ്പ് നമ്മെ പാപബോധത്തിലേക്കും കൃപയിലേക്ക് നയിക്കുന്ന ആത്മീയ സമയമാകുന്നു. ആയതിനാൽ ആ ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ നമ്മെ തന്നെ നമുക്കൊരുക്കാം. പ്രാർത്ഥിക്കാം. കരുണാനിധിയായ കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ തിരിച്ചറിയുവാനും നിന്റെ കൃപയിൽ മാത്രം ആശ്രയിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിൽ നന്ദിയോടെ ജീവിക്കുവാനും ശക്തി തരണമേ. ഈ നോമ്പുകാലം ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ വളർച്ചയുടെ കാലമായി തീരുവാൻ അനുവദിക്കുമാറാകണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.